റിസൾട്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു ധർമ്മടത്ത്. നമസ്കാരം. കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ നമ്മുടെ നിലവിലുള്ള മുഖ്യമന്ത്രി അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. എങ്കിലും നിലവിലുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് എതിരിട്ട UDFിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ഒരു യുവ നേതാവാണ്, കോൺഗ്രസിൻ്റെ ഒരു നല്ല ഉശിരൻ നേതാവാണ്. ആ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീരപരിവേഷമാണ്. കാരണം പിണറായി വിജയൻ ആണ് ആ മണ്ഡലത്തിൽ ജയിച്ചതെങ്കിൽ പോലും കൂടെ പിണറായി വിജയനെ ആ വോട്ടെണ്ണലിൻ്റെ 6 റൗണ്ട് വരെയും പിന്നിൽ നിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അവിടെ നമ്മൾ എടുത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ എല്ലാവരും പറഞ്ഞിരുന്നു, എത്രയൊക്കെ ആണെങ്കിലും ശരി ധർമ്മടം മണ്ഡലം പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ അല്ലെങ്കിൽ പിണറായിസ്റ്റുകളുടെ വലിയ കോട്ടയായതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ ജയിക്കുക എന്നുള്ളത് ഈസിയാണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ആരും കാര്യമായിട്ട് ആ മണ്ഡലത്തെ ഗൗരവത്തിലെടുത്തിരുന്നില്ല. പ്രത്യേകിച്ച് UDF നേതൃത്വം എടുത്തിരുന്നില്ല. അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഈ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് വളരെ വ്യസന സമേതം ഒരു ബൈറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ആ സത്യം തിരിച്ചറിയുന്നത്. ആരും വിശ്വസിച്ചില്ല. ഞാൻ നേതാക്കന്മാരോടൊക്കെ അഭ്യർത്ഥിച്ച് ഒന്ന് വരണം. ഞാൻ എൻ്റെ മുഴുവൻ ദേശീയ നേതാക്കന്മാരോടും എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരോടും ഞാൻ കാലുപിടിച്ച് പറഞ്ഞു, ഒന്ന് വരണം, മണ്ഡലത്തിലൊന്ന് വരണം, നമ്മൾ ജയിക്കും. പക്ഷെ ആരും ചെവിയുണ്ടില്ല. എല്ലാവരും പുഞ്ചിരിച്ച് അതിനെ തള്ളുകയാണ് ചെയ്തത്. അവസാനം ഞാൻ വടകര MP ഷാഫി പറമ്പിലിനോടും പറഞ്ഞു, നിങ്ങളെങ്കിലും ഒരു ദിവസം വരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷേ പരിപാടി ക്യാൻസൽ ചെയ്യാണ്. ഈ 10 വർഷക്കാലം പിണറായി വിജയനെതിരെ പറഞ്ഞവരാരും തന്നെ ധർമ്മടത്ത് വന്നിട്ടില്ല എന്നുള്ള സങ്കടമാണ്. ഞാൻ അന്നും പറഞ്ഞു, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല റിസൾട്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു ധർമ്മടത്ത്. അതായത് UDFിൻ്റെ കാര്യമായിട്ടുള്ള ഒരൊറ്റ നേതാക്കൾ പോലും അദ്ദേഹത്തിന്, അതായത് സ്റ്റേറ്റ് ലെവലിലുള്ള നേതാക്കൾ കാര്യമായിട്ട് ഒരു സപ്പോർട്ടും അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല. കാരണം ആ മണ്ഡലത്തെ UDF നേതാക്കൾ എഴുതി തള്ളിയിരുന്നത് കൊണ്ട് തന്നെ അവിടെ ആകെ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു നേതാവ് ചെന്ന് പങ്കെടുത്തത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തെ വളരെ നന്ദിപൂർവ്വം തന്നെ ഈ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് വളരെ സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷേ മറ്റു പല നേതാക്കന്മാരും, നമുക്കറിയാം ഈ UDFിൻ്റെ ഒത്തിരി നേതാക്കന്മാർ എല്ലാ മണ്ഡലങ്ങളിലും വളരെ ശക്തമായിട്ട് പ്രവർത്തനം കാഴ്ചവെച്ച് ഉന്നത വിജയമായി നേടുകയും ചെയ്തു. പക്ഷേ അപ്പോൾ പോലും ഈ മറ്റു മണ്ഡലങ്ങളിൽ നടത്തിയിരുന്നത് പോലുള്ള ഇതിൻ്റെ ഒരു പകുതി പ്രവർത്തനമെങ്കിലും, പകുതി സാന്നിധ്യമെങ്കിലും, പ്രവർത്തനം നല്ല ആത്മാർത്ഥമായിട്ട് ആ സ്ഥാനാർത്ഥിയും അവിടെയുള്ള UDFിൻ്റെ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികളും ഒക്കെ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും കൂടെ സ്റ്റേറ്റ് ലെവലിലുള്ള നേതാക്കന്മാർ കാര്യമായിട്ട് ആരും തന്നെ അവിടെ പങ്കെടുത്തിരുന്നില്ല. ഈ രമേശ് ചെന്നിത്തല മാത്രം ചെന്ന് 1-2 പൊതുയോഗങ്ങളിലൊക്കെ ഒന്ന് പങ്കെടുത്ത് പോന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ആരും തന്നെ കാര്യമായിട്ട് പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആ വിഷം അടുത്ത ദിവസം, പിറ്റേ ദിവസം തന്നെ വോട്ടെണ്ണിയൻ്റെ അന്ന് തന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അത് പൊതുവെ പൊതുമണ്ഡലത്തോട് അറിയിക്കുകയും കൂടെ ചെയ്തു. പക്ഷേ നമ്മൾ ഇവിടെ കാണേണ്ടത്, ഇത്രയും നല്ലൊരു ശക്തമായ വിജയം UDFിന് ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ, ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റേറ്റ് ലെവലിലുള്ള കുറേ UDF നേതാക്കൾ ശക്തമായിട്ട് അവിടെ പ്രചാരണം നടത്തിയിരുന്നുവെങ്കിൽ കൃത്യമായിട്ടും പിണറായി വിജയൻ അവിടെ തോൽക്കുക തന്നെ ചെയ്യുമായിരുന്നു. കാരണം 6 റൗണ്ട് വരെയും പിണറായി വിജയൻ പിന്നിലായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്ത് കാണുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടത്. അതിനെപ്പറ്റി ആ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പന്ദനം അറിയാവുന്ന പാട്യാല CPMൻ്റെ എക്കാലത്തെയും പിണറായി വിജയൻ്റെ ഗുരു എന്ന് പറയാവുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പിണറായി വിജയന് അവസരം ഒരുക്കി കൊടുത്ത പാട്യാല ഗോപാലൻ മാസ്റ്ററുടെ മകനായ പാട്യാല ഷാജി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ധർമ്മടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളും LDF ആണ് ഭരിക്കുന്നത്. എന്നിട്ട് പോലും 3 പഞ്ചായത്തുകളിലും ഈ UDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശരിക്കും അതിശക്തമായിട്ടുള്ള പിണറായിസ്റ്റ് വിരുദ്ധ വികാരം, അതാണ് അവിടുത്തെ CPM നേതാക്കൾ പോലും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരോ CPM വിരുദ്ധ വികാരം അല്ല ഉണ്ടായത്, മറിച്ച് പിണറായിസ്റ്റ് വിരുദ്ധ വികാരം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അത് മുതലെടുക്കുന്ന കാര്യത്തിനകത്ത് UDF നേതൃത്വം
ഒരല്പം പരാജയം സംഭവിച്ചു പോയി, അറിഞ്ഞോ അറിയാതെ. ആ ഒരു കാര്യം അവിടുത്തെ UDF സ്ഥാനാർത്ഥി തന്നെ വ്യക്തമായിട്ട് പൊതുമണ്ഡലത്തിലെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത് ഇന്നേ ദിവസം കോൺഗ്രസിൻ്റെ തന്നെ 1-2 നേതാക്കന്മാർ ആ കാര്യം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. കാരണം പാട്യാല ഷാജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതായത് പിണറായി വിജയനെ 1970 ഈ CPM എന്ന പ്രസ്ഥാനത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് ഈ പാട്യാല ഷാജിയുടെ അച്ഛനായിരുന്ന പാട്യാല ഗോപാലൻ മാസ്റ്റർ. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ്, തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. കണ്ണൂരിലുള്ള പഴയകാല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പാട്യാല ഗോപാലൻ. പഴയ CPMകാർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് പാട്യാല ഷാജി. ആ പാട്യാല ഷാജി ശരിക്കും ഈ പിണറായി വിജയൻ്റെ ആജന്മ ശത്രുവിനെ പോലെയാണ് ശരിക്കും ഈ പിണറായി വിജയനിൽ നിന്നുള്ള ക്രൂര ആ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി കൂടിയാണ്. പിണറായി വിജയനിൽ നിന്ന് നേരിട്ടല്ല, പിണറായി വിജയൻ്റെ പിണിയാളുകളിൽ നിന്നും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഇന്നും ധർമ്മടം മണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പാട്യാല ഷാജി. അദ്ദേഹം അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ UDF നേതാക്കൾക്ക് അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുന്നതിനകത്ത് ഒരല്പം പാളിച്ച പറ്റി എന്നുള്ളതാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതിനകത്ത് ഇപ്പോൾ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പറവൂർ മണ്ഡലത്തിൽ, അതായത് ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ 2 റൗണ്ട് മണ്ഡലത്തിൽ പിന്നിലേക്ക് പോയിരുന്നു എന്നുള്ളതും അവിടെ എടുത്ത് കാണേണ്ടതുണ്ട്. കാരണം UDF നേതാക്കൾ എല്ലാം നല്ല വമ്പൻ ഭൂരിപക്ഷത്തിലാണ് മിക്ക നേതാക്കളും ജയിച്ചിരിക്കുന്നത്. 1.5 ലക്ഷത്തിൽ കൂടുതൽ അങ്ങനെയൊക്കെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ VD സതീശൻ ഇത്രയും അപ്രമാദിത്വത്തോടു കൂടി ഉയർന്നു വരുന്നു എന്ന് പറയുന്ന VD സതീശൻ്റെ ഭൂരിപക്ഷം 2021 അപേക്ഷിച്ച് ഈ 2026 വന്നപ്പോൾ കുറഞ്ഞു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ VD സതീശനെതിരെയും വ്യക്തിപരമായിട്ട് ഒരു എതിർ വികാരം പൊതുജനങ്ങളുടെ ഇടയിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. UDF നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം, ആ ധർമ്മടം മണ്ഡലത്തിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ശക്തമായ ഒരു പ്രചരണം കാഴ്ചവെച്ചിരുന്നു എങ്കിൽ പിണറായി വിജയൻ ആ മണ്ഡലത്തിൽ ജയിക്കുക പോലും ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.